ഹേ ഗായ്സ്, നിങ്ങൾ മുന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടു കാണും ഞാൻ ഹെയർ ചെയ്യാൻ പോയിട്ട് അത് ഫ്ലോപ്പ് ആയത്. ഹെയർ കട്ട് ചെയ്യാൻ പോയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ബോട്ടോക്സ് ചെയ്യാന്ന്, കാരണം അതെല്ലാം പോയിണ്ടായി. അത് ഞാൻ ബോട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സലൂണാണിത്, സ്പ്രിറ്റ്സ് ആൻഡ് കോ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു ഓഫർ ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. അത് കാരണം ഞാൻ അങ്ങോട്ടേക്ക് മെയിനായിട്ട് പോയത്. പക്ഷേ എനിക്ക് നാനോ പ്ലാസ്റ്റിക് ഓഫർ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ബോട്ടോക്സിന് വരെ നമുക്ക് നാനോ പ്ലാസ്റ്റിക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം എനിക്ക് നാനോ പ്ലാസ്റ്റിക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഹെയർ നല്ല ലെങ്ത് ഉള്ള കാരണം അവർ പറഞ്ഞു മേ ബി ഒരു 10,000 അല്ലെങ്കിൽ 8,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബോട്ടോക്സ് തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ സെയിം ഓഫറിൽ എനിക്ക് നാനോ പ്ലാസ്റ്റിക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നാനോ പ്ലാസ്റ്റിക് ചെയ്യാൻ തന്നെ പറഞ്ഞിട്ട് മുഖം എന്തോ പോലെ ഉണ്ടത് തുറക്കാൻ. ഞങ്ങളപ്പം ഇത് പഠിച്ചു. എന്തായാലും ഞാൻ ആവിൽ വിൽക്കും. ഓൾക്കൊരു പരുവതി വാങ്ങി, പക്ഷെ അത് കഴിക്കാൻ കഴിയുന്നില്ല. കുറേ നേരം വിശന്നിരിക്കുന്നത്. ഇപ്പോൾ 2 hours ആയിട്ടോ വെച്ചിട്ട്. അവിടെ ഇരിക്കും, തുറന്നു. ഹായ്. അപ്പോൾ ലെറ്റ്സ് ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാവിൽ മിൽക്ക്. പിന്നെ ഇങ്ങനെ ടയേർഡൊക്കെ ആകുമ്പോൾ അയ്യോ വട്ടപ്പൊക്കെ ഞാൻ എൻ്റെ കാലിൽ ചെന്തി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ ഈ ടേസ്റ്റ് ഇല്ലാത്ത അവിൽ മിൽക്ക് കഴിച്ചു. കാരണം വേറെ നിവർത്തി ഉണ്ടായില്ല. ഒന്നാമത് ചൂടും പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിട്ടിരുന്നു. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര പുകയാണ്, അത് കാരണം അത് സ്മെല്ല് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നമുക്ക് 3 പേർക്കും ഓരോ മാസ്ക് ഒക്കെ തന്നെ ഞങ്ങൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. She's not going without burqa outside. And I want haircut, but it's not boys. I'm not comfortable. So it's the choice. And some girl up below, right? Yeah. You know Geeta, right? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് മുടി വെട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ലെങ്ത്ത് കട്ട് ചെയ്യണമെന്നുണ്ടായില്ല. പക്ഷെ അവൻ ലെങ്ത്ത് കുറച്ച് അധികം കട്ട് ചെയ്തു. എന്നാലും കുഴപ്പമില്ല, ഹെയറെല്ലാം എന്തായാലും ഗ്രോ ചെയ്യും. അത് കാരണം ഞാൻ പിന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ എനിക്ക് ഫ്രണ്ടിൽ കട്ട് ചെയ്തും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആൻഡ് ദെൻ നമ്മൾ 2 പേരും പിന്നെ കുറേ കഥ പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു സാധാരണ ചില ക്ലയൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കില്ല, അത് കാരണം ഭയങ്കര ബോറടി ആയിരിക്കും, പക്ഷെ നീ നന്നായിട്ട് സംസാരിച്ചൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ പോയാലും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കാരണം നമ്മൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു. എന്തൊക്കെയോ കുറേ പാർട്ടീൻ്റെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ദെൻ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഐ തിങ്ക് ഒരു 3.5 മണിക്കൂറോളം എടുത്തു ടോട്ടൽ. എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് സെറ്റായി. എനിക്ക് ഭയങ്കര സന്തോഷമായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ താഴെ തന്നെ ഒരു ഗ്രബ് മങ്കി എന്ന് തോന്നിട്ടുള്ളൊരു പുതിയൊരു കഫേ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി ഒരു ബോളിവുഡ് തീമായിരുന്നു അത്. അവിടെ ചെന്നിട്ട് നമ്മൾ വേഗം ഓളൊരു കോഫി പറഞ്ഞു, ഒരു പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ പറഞ്ഞു, ബിക്കോസ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വിങ്സ് എന്ത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കഫേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ദിവസം അവിടെ പോകണം എന്നുണ്ട്. ആൻഡ് അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറേ നേരം ഹെയർ വെച്ച് കുറേ സ്റ്റൈലാക്കിയിരുന്നു, ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഹെയർ ചെയ്യുന്നതൊക്കെ. ആൻഡ് അക്ഷയേട്ടനും ആദ്യത്തെ 1-2 ദിവസം ഇഷ്ടപ്പെടില്ല, കാരണം ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അക്ഷയേട്ടന് ഇഷ്ടപ്പെടും, അതെപ്പോഴും അങ്ങനെ ഹെയർ ചെയ്തു വരുമ്പോൾ. സോ ഓക്കെ ദെൻ ബൈ.